1-2 ഒറ്റ PYQ ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ചില ജനറൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് എക്സാക്ട്ലി PYQ ആണ്. ആൻസർ WPI CPI ബേസ് ചെയ്തിട്ടുള്ള ഒരു PYQ ആണ്. ഈ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണ്? എലിമിനേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തെത്താൻ പറ്റില്ല. എല്ലാ സ്റ്റേറ്റ്മെന്റിലും ഏതൊക്കെ ശരിയെന്ന് അറിയണം, ഏതൊക്കെ തെറ്റെന്ന് അറിയണം. സമാധാനമായിട്ട് വായിക്കുക. ക്ലാസ്സിൽ പറഞ്ഞതിന് പുറമെ ഒന്നുമില്ല. അത് CPI WPIയുടെ മീനിങ് ആണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇൻഫ്ലേഷൻ ഒക്കെ അത്യാവശ്യം ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. മോസ്റ്റ്ലി എല്ലാ വർഷവും ഒരു ചോദ്യം എക്കണോമിക്സിൽ UPSC പ്രിലിമിനറിക്ക് ഇൻഫ്ലേഷന്റെ ഭാഗത്ത് നിന്ന് വരും. ചിലപ്പോൾ നേരിട്ട് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് പോളിസിയും ഇൻഫ്ലേഷനും കൂടി ക്ലബ് ചെയ്തിട്ടുള്ളത് വരും, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് പോളിസിയും ഇൻഫ്ലേഷനും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ടൈപ്പ് വരും. Consider the following statement. Which of the statement given above is or are correct? The weightage of food in consumer price index is higher than that in wholesale price index. ഒരു സംശയമില്ല, കറക്റ്റ് ആണ്. Second one, WPI doesn't capture the change in prices of services which CPI does. കറക്റ്റ് ആണ് അല്ലേ? WPI എന്തില്ല? സർവീസസ് ഇൻക്ലൂഡഡ് അല്ല. CPI എന്ത് ഇൻക്ലൂഡഡ് ആണ്? സർവീസസ് ഇൻക്ലൂഡഡ് ആണ്. Third one, Reserve Bank of India has now adopted WPI as its key measure of inflation and to decide on changing the key policy rate. അല്ലേ? ഇതല്ലേ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് നൗ അഡോപ്റ്റഡ് CPI. ഏത് വർഷം? 2014. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇതിൽ എത്ര സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ? 2 payers ഓൺലി. ഓപ്ഷൻ ബി. ഹൈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തെറ്റിദ്ധാരണ എന്താ? എക്കണോമിയില് കുറെ മണി ഉണ്ടെന്നാണ് തെറ്റിദ്ധാരണ അല്ലെ? ഹൈ ഇൻഫ്ലേഷൻ ലെവൽസ് ഇൻ ദി എക്കണോമി ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദി സപ്ലൈ ഓഫ് മണി. ഇൻഫ്ലേഷൻ എന്താ? പൈസ കൂടി വരുന്നത്. ഓപ്പോസിറ്റ് എന്താ? പൈസ കുറഞ്ഞത്. നെഗറ്റീവ് പൈസ ഉള്ള പരിപാടി എന്താ? ഡീഫ്ലേഷൻ. ഡിസ്ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷന്റെ ഓപ്പോസിറ്റ്. ഗ്രോത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? സ്ലോ ഡൗൺ ആണോ റിസഷൻ ആണോ? റിസഷൻ. ഗ്രോത്തിന്റെ ഓപ്പോസിറ്റ് ഇവിടെ എഴുതി കാണിക്കുകയാണ്. ഗ്രോത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് റിസഷനും. ഇവിടെ ആവശ്യമില്ലാണ്ട് ഒരു റിസഷനൊക്കെ കിടക്കുന്നുണ്ട് അല്ലെ? ഇൻഫ്ലേഷനായിട്ട് ഒരു ബന്ധമില്ല റിസഷന്. പക്ഷെ നമ്മൾ തെറ്റിക്കും ചിലപ്പോ ബിസിനസ് സൈക്കിൾ ഓർത്ത്. ഗ്രോത്തിന്റെ ഓപ്പോസിറ്റ് റിസഷൻ, ഇൻഫ്ലേഷന്റെ ഓപ്പോസിറ്റ് ഡീഫ്ലേഷൻ. തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കുറെ ആൾക്കാർ ഡിസ്ഇൻഫ്ലേഷൻ കൊടുക്കും, പക്ഷെ അതിലത് ഇല്ലാത്തത് കൊണ്ട് നമ്മളപ്പോ എന്തിനു ഉത്തരം കൊടുക്കും? നൺ ഓഫ് ദി എബവ് എന്ന് കൊടുക്കും അല്ലെ? സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത് റയർ ഫിനോമിന അല്ലെ? ആൻസർ ഈസ് ഡീഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ഇസ് മെഷേർഡ് ബൈ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ ടാർഗറ്റ് ചെയ്യുന്നതിൽ ഈ പറയുന്നതിൽ ഏതാ? CPI. ഏതാ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഒരു സംശയമില്ല. ആരാ ഉത്തരം? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കാരണം ഉണ്ടാവുന്ന ഇൻഫ്ലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിയിൽ അൺഎംപ്ലോയ്മെന്റ് ഹൈ അല്ലെങ്കിൽ എക്കണോമിയിൽ ഗ്രോത്ത് ഇല്ലാത്ത അവസ്ഥേനെയാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയാട്ടോ. ഏതാ? സ്റ്റാഗ്ഫ്ലേഷൻ അല്ലെ? എക്കണോമിയിൽ അൺഎംപ്ലോയ്മെന്റ് ഹൈ ആയിട്ട് നിൽക്കുന്നത് അവസ്ഥ, അതിനോടൊപ്പം തന്നെ ഇൻഫ്ലേഷനും കൂടിയുള്ള അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സ്റ്റാഗ്ഫ്ലേഷൻ. അല്ലെങ്കിൽ നമ്മൾ ചോദ്യത്തിൽ നിന്ന് കീവേഡ് ഉത്തരത്തിലെത്തും അല്ലെ? സ്റ്റാഗ്ഫ്ലേഷൻ പ്ലസ് ഇൻഫ്ലേഷൻ. ഇതെന്താ ശരിക്ക്? അതാണ്. ഈ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന വാക്ക് വന്നിട്ടുള്ളത് തന്നെ എന്തിൽ നിന്നാണ്? സ്റ്റാഗ്ഫ്ലേഷൻ ഈക്വൽ ടു സ്റ്റാഗ്നേഷൻ പ്ലസ് ഇൻഫ്ലേഷൻ. അതും കൂടി ഒന്ന് അറിയാനാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അതിനെയാണ് നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് നമ്മൾ അതിനെ ഉപയോഗിക്കുക. നമ്മൾ UPSCക്ക് കുറെ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പൈൻഡ് വേർഡ് ഉണ്ടാവും. അതിൽ നിന്ന് അത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള 2 വേർഡായിട്ട് ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ എഴുതാൻ പറ്റും. പിന്നെ 2 വേർഡായിട്ട് ഓർമ്മയില്ല, ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ പിന്നീട് നോക്കിയിട്ട് അത് കൊണ്ടുവരാം. ഇതുപോലെ വേർഡ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടാകും. ഓക്കെ അല്ലേ? ഐ തിങ്ക് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്താൽ ഇത് കയ്യോടെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പോവാം. WPI CPIയുടെ ഈ കമ്പാരിസൺ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് എടുത്തിട്ടുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഇതാണ്. ഇന്ന് എടുത്തിട്ടുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട് ഇതാണ്. സാർ, റിസൾട്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ പറഞ്ഞ കൂട്ടത്തിലെ ഈ
ഡെപ്റ്റേഴ്സിന് ഗെയിനും ക്രെഡിറ്റേഴ്സിന് അത് ഒരു ലോസുമാണ് എന്ന് പറയുന്ന അത് ആ പോയിന്റ് ഒന്നും കൂടി പറയാമോ? മോളെ അതല്ലേ നമ്മൾ ഇത്ര വളരെ മനോഹരമായ ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ച് പറഞ്ഞത്. നമ്മളിപ്പോ ഇൻഫ്ലേഷൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ മോളുടെ കയ്യിലുള്ള പൈസയുടെ വാല്യൂ കുറയുന്നു എന്നാണ് അതിനർത്ഥം. വാല്യൂ കുറയാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ആ പൈസ വെച്ച് താൻ മേടിച്ച ക്വാണ്ടിറ്റി നമുക്ക് ഈ വർഷം വാങ്ങാൻ സാധിക്കില്ല എന്നാണ് ഇൻഫ്ലേഷന്റെ അർത്ഥം. ഓക്കെ ആണോ? കഴിഞ്ഞ വർഷം താൻ മേടിക്കാൻ ഉദ്ദേശിച്ച അത്രയും ക്വാണ്ടിറ്റി അടുത്ത വർഷം വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തനിക്ക് ഒരാൾ കടം തന്നു എന്ന് വിചാരിക്കും. അയാള് ഒരു ക്വാണ്ടിറ്റി ഒരു പ്രൊഡക്റ്റ് മേടിക്കാനാണ് ആ കാശ് വെച്ചത്. അയാൾ ആ വർഷം മേടിച്ചിരുന്ന വെച്ചാൽ അയാൾക്ക് ഒരു 5 യൂണിറ്റ് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. അടുത്ത വർഷം ഞാൻ അയാൾക്ക് ആ കാശ് തിരിച്ചു കൊടുത്തതിന് അയാൾക്ക് 5 യൂണിറ്റ് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റില്ല. അയാൾക്ക് ചിലപ്പോൾ 4 യൂണിറ്റോ 3 യൂണിറ്റോ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുള്ളൂ. അൾട്ടിമേറ്റ്ലി അയാളുടെ കയ്യിലേക്ക് പൈസ തിരിച്ചെത്തുന്നത് വെച്ച് മുൻ വർഷത്ത് വാങ്ങിയ അത്രയും ക്വാണ്ടിറ്റി പുള്ളിക്ക് വാങ്ങാൻ പറ്റില്ല. എന്താണ് സംഭവിക്കുക? കടം കൊടുത്ത ആൾക്ക് തിരിച്ചു കിട്ടിയ ആ കാശിന്റെ വാല്യൂ കുറയാണ് ചെയ്യുക. കടം കൊടുക്കുന്ന ആളെയാണ് ക്രെഡിറ്റർ എന്നും കടം വാങ്ങുന്ന ആളെയാണ് ഡെറ്റർ എന്നും പറയാ. ഓക്കെ, ഓക്കെ സർ, ക്ലിയർ. എനിക്ക് ആ സമയത്ത് ഇത്തിരി ഓഡിയോ കട്ടായി പോയി, അതാണ്. അത് ഇപ്പൊ ക്ലിയർ കുഴപ്പമില്ല. ആയിട്ടാണ്. ക്ലാസ്സിൽ വരാണെങ്കിൽ നമുക്ക് ക്ലാസ്സിന്റെ ബ്രേക്കുകളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. ഞാനൊരു ഓക്കെ 15 മിനിറ്റ്സ് ഒക്കെ ബ്രേക്ക് തരാറില്ല, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഇന്ത്യയിലെ പോളിസീസ് ടാർഗറ്റ് ചെയ്യുമ്പോൾ അവിടെ ടാറ്റ ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ GNP നമുക്ക് ആവശ്യമുള്ള കാര്യമുണ്ട്. നമ്മുടെ നാഷണൽ ഇൻകം പോലെയുള്ള കാര്യങ്ങൾക്ക് ഒബ്വിയസ്ലി GNP തന്നെ വേണം. GDP നമ്മൾ ഫോക്കസ് ചെയ്താലാണ് നമ്മുടെ നാട്ടിന്റെ ഉള്ളിലുള്ള ഇൻഫ്ലേഷൻ ടാർഗറ്റഡ് ആവുള്ളൂ. GNP എന്ന് പറയുമ്പോൾ എന്ത് ഇൻക്ലൂഡഡ് ആവാം? വേറെ നാട്ടിൽ നടക്കുന്ന പ്രൊഡക്ഷൻ നമുക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്ലേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ആ നാട്ടിലുള്ള ഗവൺമെന്റിനാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ദി വെയിറ്റ് ഓഫ് ഫുഡ് ഇൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഇൻ ദി ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ എക്കണോമിയിൽ ഫുഡ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഫുഡ് പ്രൊഡക്ട്സ് കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബിയസ്ലി അത് എന്തിന്റെ ഭാഗമായിരിക്കും? WPയുടെ ഭാഗമായിരിക്കും. പക്ഷെ നമ്മുടെ എക്കണോമിയിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ പല പല കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബാക്കി കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ കൊമോഡിറ്റീസിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളുടെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എന്തായിരിക്കും? കുറവായിരിക്കും. എക്സാമ്പിൾ നോക്കിക്കോ. സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ഫോർ എക്സാമ്പിൾ 2, അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ഒരു 3, കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ഇത് ഇത്ര, മൊബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ഇത്ര, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ഇത് 5, ഇങ്ങനെ എടുത്തു എന്ന് വിചാരിക്കും. ഇതിന്റെ മൊത്തത്തിലുള്ള എണ്ണത്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഒരു ദിവസം ചെലവാക്കുന്ന ടോട്ടൽ ചെലവ് നോക്കിയാൽ ഒരു ഹയർ പ്രൊപ്പോർഷൻ പോകുന്നത് നമ്മുടെ ഭക്ഷണത്തിന് തന്നെയല്ലേ പോവാ? ശരിയല്ലേ? ഇപ്പൊ CPIയില് ഫുഡിന് ഓവറോൾ വെയിറ്റേജ് കൂടുതലായിരിക്കുന്നതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ എല്ലാവരും ഒരു ഡെയിലി എക്സ്പെൻഡിച്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഹ്യൂജ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആയിരിക്കും. മറിച്ച് WPI എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് ആരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുള്ളൂ? ഫുഡ് എന്ന് പറയുന്ന കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് വരുള്ളൂ. ഇപ്പൊ ഓക്കെ ആണോ? അതും ചെയ്യാം. വെറുതെ അത്ര പോവാതിരിക്കാൻ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. സർ, ഈ MPC ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണല്ലോ. മോണിറ്ററി പോളിസി കമ്മിറ്റി ഈസ് എ ലോ പാസ്ഡ് ബൈ ദി പാർലമെന്റ്. ഓക്കെ അല്ലേ? ഓക്കെ.